ഒരുങ്ങിയിട്ട് കുറെ നേരമായല്ലോ, പോകുന്നില്ലേ? പോണം, എനിക്കൊരു മൂഡില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നു. പീരീഡ്സ് ആണോ? പീരീഡ്സിനെ പറ്റി എന്താ അറിയാം ബ്രാൻഡിന്? പീരീഡ്സ് മെൻസ്ട്രുവേഷൻ അല്ലേ? മെൻസ്ട്രേഷൻ തന്നെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് നമ്മള് ഗേൾസ് റീപ്രൊഡക്റ്റീവ് ഏജ് ആവുമ്പോ അവർക്ക് എല്ലാ മാസവും ഒരു റീപ്രൊഡക്ഷൻ ചെയ്യാനുള്ള സിസ്റ്റം നമ്മുടെ യൂട്രസിനകത്ത് റെഡിയാവും. അപ്പൊ ആ സിസ്റ്റം ആ പ്രാവശ്യം റീപ്രൊഡക്ഷൻ നടന്നില്ലെങ്കിൽ എന്ത് പറ്റും? ആ സിസ്റ്റം അതിനകത്തുള്ള ലൈനിങ് എല്ലാം പൊട്ടി ബ്ലീഡിംഗ് ആയിട്ട് പുറത്തു പോകുന്നതാണ് മെൻസ്ട്രേഷൻ. അത് എല്ലാ ഗേൾസിനും ഒരു പിബോട്ടി അറ്റൈൻ ചെയ്യുമ്പോൾ, അതായത് ഒരു 13 അല്ലെങ്കിൽ 10 വയസ്സ് 8 വയസ്സിലൊക്കെ തന്നെ കുട്ടികൾക്ക് അമ്മ പറഞ്ഞു തന്നിട്ടില്ലേ? നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഗേൾസിനൊക്കെ അങ്ങനെ വല്ല സ്പോട്ട് ഓഫ് ബ്ലഡ് ഒക്കെ കണ്ടാൽ അവരെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ? പക്ഷെ മെൻസ്ട്രേഷന് അത് മാത്രമല്ല ഉള്ളത്, അത് ഫിസിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻ. പക്ഷെ ഇതിനകത്ത് കുറെ ഹോർമോണൽ ഇഷ്യൂസും കൂടെ ഉണ്ട്. അതായത് ഇങ്ങനെ മെൻസ്ട്രേഷൻ ടൈം ആകുമ്പോൾ പീരീഡ്സ് ആകുമ്പോൾ ചിലർക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും. ഇപ്പം ഉമ്മയ്ക്ക് പെയിൻ വരാറില്ല, അതുകൊണ്ടൊന്നും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ചിലർക്ക് കിടന്നിടത്തൊന്നും എണീക്കാൻ പറ്റില്ല, അത്രയും പെയിൻ വരും. അതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ചസ് കാരണം ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരിക്കും. ഇപ്പൊ ഉമ്മയ്ക്ക് ഇങ്ങനെ ചതഞ്ഞിരിക്കുന്നില്ലേ, അതൊരു മൂഡ് സ്വിങ് ആണ്. അല്ലെങ്കിൽ ചിലർക്ക് ഭയങ്കര ദേഷ്യം വരും. ഇതൊക്കെ ഈസ് പാർട്ട് ഓഫ് മെൻസ്ട്രേഷൻ. ഇതെല്ലാത്തിലും കൂടെയാണ് ഓരോ സ്ത്രീകളും കടന്നു പോകുന്നത് ഫ്രം ദ ടൈം ദേ ആർ അറ്റൈനിങ് പ്യൂബർട്ടി, അതായത് പീരീഡ്സ് ആവുന്ന ഒരു കർമ്മയില്ലേ അവിടെ തൊട്ട്. അപ്പം അങ്ങനെ എല്ലാ മാസവും ഇത് റിപ്പീറ്റ് ചെയ്യും അല്ലെ? എല്ലാ മാസവും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, പക്ഷെ ചിലർക്കൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും, ചിലർക്ക് ഭയങ്കര ദേഷ്യം വരും, ചിലർക്ക് അങ്ങനെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞു തരുന്ന മോനൊക്കെ കല്യാണം കഴിക്കുമ്പോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഗേൾസ് വെൻ ദേ ആർ ഇൻ ദ മെൻസ്ട്രൽ സൈക്കിൾ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പെരുമാറുന്നത്. ദേഷ്യപ്പെട്ടാലോ അല്ലെങ്കിൽ ഒരു മൂഡ് ഓഫ് ആയാലോ ഒന്നും അത്രയും കാര്യമാക്കരുത്. അതായത് പാർട്ട് ഓഫ് ദിസ്, അതായത് മെൻസ്ട്രേഷന്റെ പാർട്ടാണ്. അതുപോലെ തന്നെ ക്ലാസ്സിൽ ആർക്കെങ്കിലും കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, എന്തെങ്കിലും ബ്ലഡ് സ്പോട്സോ അങ്ങനെയൊക്കെ കണ്ട് അവരെ കളിയാക്കല്ല ചെയ്യേണ്ടത്, അവരെ പറഞ്ഞിട്ടുണ്ട് എന്താ ഇങ്ങനെ സംഭവം ഉണ്ട്, പ്ലീസ് ഗെറ്റ് ചേഞ്ച് ഇട്ടെന്നോ റെഡി ആവാനോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ്. ഓഹോ, ഇത്രയൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് എന്റെ വിചാരത്തിലൊരു മന്ത്ലി വരുന്ന ഒരു ബ്ലീഡിംഗ് എന്നായിരുന്നു. അല്ല, ഇതിനകത്ത് ഹോർമോൺസും മെന്റൽ ഇതും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി. പോവാം. ഓക്കെ, നമുക്ക് മൂടുണ്ടേ പോയാ മതി. ഓക്കെ, മൂടുണ്ടോന്ന് ചോദിച്ചാൽ മൂടില്ല, എന്നാലും പോവാം. ഓക്കെ.